ഫ്രണ്ട്, നിന്നെ ഫോൺ ചെയ്യുമ്പോ നിങ്ങൾ ഇപ്പോൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. എത്ര തവണ ഞാൻ ഫോൺ ചെയ്തെന്ന് അറിയോ? 100 തവണ ചെയ്തു. ഞാൻ പ്രതിമ ഉണ്ടാക്കി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് കണ്ടിട്ട് പോയി. നീ മാത്രം വന്നില്ല. പ്ലീസ് വാ ഫ്രണ്ട്. എത്ര ക്യൂട്ടല്ലേ സബ്സ്ക്രൈബ്. ഉച്ച മുതൽ ഇത് കേട്ടോണ്ടിരിക്കുക. നീ കേൾക്കുന്ന പറഞ്ഞിട്ട് എന്നെയും കേൾപ്പിച്ചോണ്ടിരിക്കുക. അത് കേട്ട് കേട്ട് എനിക്ക് മൈ നെയിം ഈസ് അശോക് എ ക്യാപിറ്റൽ എന്ന് പറയണമെന്ന് തോന്നുന്നുണ്ട്. എനിക്കും അതെ. അവൾ എന്നെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അവൾക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ. അവളുടെ കൂടെ 1 ഡേ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. എന്റെ ലൈഫില് ഐ ഫീൽ ലൈക്ക് ഹാവ് എവറിത്തിങ് ഇൻ ഫീലിംഗ്. ഒരു ദിവസം ആക്കണ്ട, ജീവിതകാലം നടന്നൂടെ. ഇറങ്ങി പോടാ. ശരി, പോവാ. എടാ, ശരിക്കും ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ലേറ്റ് ആവുന്നുണ്ട്. ഇനി നാളെ കാണാം. അതുവരെ നീ നിന്റെ സബ്സ്ക്രൈബറിനെ കേട്ടോണ്ടിരിക്കേ. ബൈ ബൈ. അശോകെ, ഭക്ഷണം കഴിച്ചോ? ആ, കഴിച്ചു. രാമോനെ, പറ സിദ്ധയ്യ. ഭാർഗവമ്മ കൊടുത്തയച്ചതാ. ഇതിലുള്ള സാധനങ്ങൾ വലുത് ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. ശരി, അങ്ങോട്ട് വെച്ചോ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. അശോകനെ, ആ, കുറച്ച് സംഭാരോ ജ്യൂസോ? ഇല്ല ഒന്നും വേണ്ട. നിനക്കെന്ത് പറ്റിയടാ? നീ എന്താ തിരിച്ചു വന്നേ? വല്ലതും മറന്നോ? എടാ, എനിക്ക് ആക്ച്വലി ഈ പഴയ വസ്തുക്കളില് തിരയുക എന്ന് പറയുന്ന ഭയങ്കര ഇഷ്ടമാ. തിരഞ്ഞ് തിരഞ്ഞ് എന്ത് കിട്ടും എന്നറിയാനായിട്ടൊരു കൗതുകം. നീ വോയിസ് കേട്ടോണ്ടിരിക്കേ, ഞാൻ നോക്കിക്കോളാം. ശരി, എനിക്ക് ഓഫീസിലെ കുറച്ച് പണിയുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് നോക്കട്ടെ. നീ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടെങ്കിൽ മാത്രം പറ. അല്ലെങ്കിൽ നീ നോക്കിയിട്ട് കളഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ. ഒരു ബോക്സ് മുഴുവനും റാമിനെ വേദനിപ്പിക്കുന്ന ഐറ്റംസ് ആണല്ലോ മേമ. എടാ, ഇതില് പകുതി കൂടുതലും എന്റെ നോട്ട്ബുക്സ്. ഇത് ഞാൻ കൊണ്ടുപോക്കോട്ടെ? എടാ, പഴയ വസ്തുക്കളൊക്കെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക ഞാൻ. എല്ലാം കൊണ്ടുപോയിക്കോ. എന്റെ ഒന്നും എഴുതില്ലല്ലോ അല്ലേ? ഒരു നോട്ട്ബുക്ക് ഉണ്ട്, അതിലും പകുതി കൂടുതലും ഞാനാ എഴുതിയത്. എന്നാ ചുമരിപ്പോ എഴുതടാ. അശോക്, ഇതെന്താ നീ പോവാണോ? നിനക്ക് വേണ്ടി നിന്റെ ഫ്രണ്ട് ഒരു സ്പെഷ്യൽ റൂം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ പുതിയ വീട്ടില്. എന്നിട്ട് നീ ഇവിടെ നിൽക്കുന്നില്ല? അവനോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇപ്പൊ വേണ്ട, പിന്നീടാവാന്ന് ഞാനാ പറഞ്ഞത്. ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് നിക്ക്. ഇതിലെന്താ?
ഈ വീട് ഷിഫ്റ്റിങ്ങിന്റെ ഇടയിൽ കിട്ടിയ എന്റെ പഴയ നോട്ട്സാ. എന്റെ ബുക്സ് ഒക്കെ റാമിന്റെ കയ്യിൽ ഉണ്ടാവാറ്. ഇറങ്ങട്ടെ. ഇത്ര ദിവസം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ നിന്ന് വന്നു. ചാന്ദിനി വീണ്ടും എന്റെ ലൈഫിലേക്ക് വന്നാ അവന്റെ സന്തോഷം ഇല്ലാതാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ചെയ്യുന്നേ. എന്റെ കൂട്ടുകാരന്റെ സമാധാനത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്നെ മറികടന്നൊന്നും നടക്കില്ല മേമ. ഇനി മുതൽ ഇതേ ഓറാം. നിന്റെ സന്തോഷങ്ങൾ മാത്രമേ ഫോണിലുണ്ടാകാൻ പാടുള്ളൂ. നിങ്ങളുടെ സൈക്കിൾ പൂജ കഴിഞ്ഞില്ലേ? എന്റെ വീട്ടില് പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. സിഹി, ഞങ്ങളുടെ സൈക്കിൾ പൂജ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിന്റെ പ്രതിമ പൂജ. അർപ്പിത, നീ എങ്ങനെ വാ. ചെയ്ത് വന്നാലേ ഞാനും വരുള്ളൂ. ചേതൻ, നീ എങ്ങനെ വാടാ. സിഹി, ഞാൻ 2 റൗണ്ട് സൈക്കിൾ ഓടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വരാം. ഈ ബോയ്സ് എല്ലാം ഇങ്ങനെയാ. സിഹി, നീ എങ്കിലും എന്റെ സൈക്കിൾ പൂജയ്ക്ക് നിക്ക്. ഞാനോ? നീയല്ലേ എനിക്ക് ആകെയുള്ള ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. എല്ലാവർക്കും ഒരുമിച്ച് പൂജ നടത്തിയാലോ? ഈ ഏരിയയുടെ ഭാവിയെ കുറിച്ച് എനിക്ക് ഇവിടെ അങ്ങോട്ട് ഒരു പേടിയില്ല. എന്താ വീരഭദ്ര? അതേ മൂർത്തി സാറേ, നമ്മൾ എല്ലാവരും ഒരുമിച്ച് പണ്ട് പൂജ നടത്തുമായിരുന്നില്ലേ? അതാ എനിക്കിപ്പോ ഓർമ്മ വരുന്നേ. എല്ലാരും ആയുധ പൂജ തുടങ്ങി, എല്ലാരും ഒരുമിച്ച് പരങ്ങളെ തേടി, ഭക്തിയോടെല്ലാരും ഒരുമിച്ചു കൂടി, ആഘോഷമാക്കാലോ ശുഭനവരാത്രി. ഈ നവരാത്രി എത്ര സുന്ദരമാ, വേണ്ടതു വരമാ, അനുഗ്രഹമാ, നൽകണമേ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ. ശ്രേയസ്, നീ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്ക്. ഞാൻ സീതാമ്മ അടുത്തോയി പറയട്ടെ നിങ്ങൾ എല്ലാരും വരുന്നുണ്ടെന്ന്. അധരം മധുരം വദനം മധുരം
മതി മതി. സത്യമായിട്ടും എത്ര നന്നായിട്ട് നീ ഉണ്ടാക്കിയേ. എന്നെ തന്നെ സർപ്രൈസ് ആക്കിയല്ലോ. ഞാൻ വരുന്നതിന് മുമ്പ് നീ സർപ്രൈസ് ആക്കിയില്ലേ, അതുകൊണ്ടാ. സീതമ്മ, നമ്മൾ ഇത്രയൊക്കെ ചെയ്തില്ലേ? എന്റെ ഫ്രണ്ട്സിനെ വിളിക്കട്ടെ? നേരത്തെ പോയതല്ലേ വിളിക്കാനായിട്ട്? ഈ ഫ്രണ്ട്സ് അല്ല, എന്റെ സ്കൂളിലെ ഫ്രണ്ട്സ്. വേണ്ട, അവര് വന്നാ നീ ഒരുപാട് ബഹളം ഉണ്ടാക്കും. എനിക്ക് ബഹളം ഉണ്ടാക്കാൻ കഴിയില്ല. എന്താണെന്നറിയോ? അവരെല്ലാം അവരുടെ അമ്മയുടെ കൂടെ അല്ലേ വരിക, അതുകൊണ്ടാ. ബുദ്ധിമതി. ഓക്കെ നോക്ക്. ഓക്കെ നോക്ക്. റൈമിംഗ് വേർഡ്സ്. മിടുക്കി പോ. ഹലോ ആന്റി, സുഷമ അവിടെ ഉണ്ടോ? Johnny, Johnny's papa eating sugar. No. അനി, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. നിക്കടവിടെ. എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, എവിടെ നടന്ന് ഇതൊക്കെ പഠിക്കുന്നേ? വേറെ എവിടുന്ന? നിന്റെ അടുത്തുനിന്ന് തന്നെ. സാധന ചേച്ചി തിന്നിട്ട് എല്ലിന്റെ ഇട കയറിയതാ. 2 ദിവസം തിന്നാനൊന്നും കൊടുക്കണ്ട, അപ്പൊ തന്നെ പഠിച്ചോളും. പാർവതി, അനിയെ പിടിച്ചോണ്ട് പോയി റൂമിൽ അടച്ചിട്ടേക്ക്. 2 ദിവസം അവിടെ കിടന്നാൽ ഇവൻ പാഠം പഠിക്കും. അങ്ങനെ ചെയ്തോ? അങ്ങനെയാവുമ്പോ ടിവി കണ്ടോണ്ടിരിക്കാലോ. റോസ്കൽ. ഹേയ് അനിക്കുട്ടാ, നീ എന്താ സ്റ്റേജിൽ കയറിയെന്ന് പ്രസംഗിക്കുക? എന്താടാ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒന്നും പറയാൻ പാടില്ല അല്ലേ? എന്താടാ? സോറി അപ്പു, ഇവൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും. നിനക്ക് ഇവനൊരു ഡിസ്റ്റർബ് ആയല്ലേ? ഐ എം റിയലി സോറി. എടാ, നീ ഓക്കെ അല്ലേ? ആർ യു ഓൾ റൈറ്റ്? Yeah, Mema, I'm absolutely fine. മേമ ഓഫീസിൽ നിന്നാ. നീ ഇങ്ങനെ വീണ്ടും വീണ്ടും ആർ യു റൈറ്റ്, ആർ യു ഫൈൻ എന്നൊക്കെ റാമിനോട് ചോദിക്കുന്നത് കേൾക്കുമ്പോ എന്തോ കുരുത്തക്കേട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. അവ സമാധാനമായിട്ടിരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല അല്ലേ? അല്ല, ആ പഴയ വീട്ടിൽ വെച്ച് നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഈ വീട്ടില് ചേട്ടനും ചേച്ചിയും ഒക്കെ ഉണ്ട്, അറിയാലോ. ഇപ്പൊ തന്നെ ഇറങ്ങണോ? ഞാൻ ഓൾറെഡി താഴെ എത്തിയടാ, നീ ഒന്ന് വേഗം വാ. ശരി, ദാ ഇറങ്ങണു. ബൈ. ഇവരെന്താ വീണ്ടും വിളിക്കുന്നത്?
ഇപ്പോഴല്ല സംസാരിച്ചു വെച്ചത്. എന്തു പറ്റി? എടാ എനിക്കിപ്പോ വരാൻ കഴിയില്ല. എന്താടാ? പ്രിയ വന്നടാ. എന്താ? എന്റെ വീട്ടിലേക്ക് പ്രിയ വന്നിട്ടുണ്ട്. ഞാനിപ്പോ പോയി വാതിലെങ്ങാനും തുറന്നാ നമ്മുടെ സീക്രട്സ് എല്ലാം ഓപ്പൺ ആവും. അവളെന്തിനാ അങ്ങോട്ട് വന്നേ? എന്തിനാ വന്നത്? നിന്നെ കാണാനാ. ഇപ്പൊ അവൾ നിന്നെ ഫോൺ ചെയ്യും, മാനേജ് ചെയ്തോളാം. വാതിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്റെ മാനം പോവും. ഇവളിങ്ങനെ ടോർച്ചർ ചെയ്യുന്ന എന്തിനാ? എപ്പോഴും ഉറക്കം തന്നെയാണോ? വാതിലൊന്ന് തുറക്കണം. മിസ്റ്റർ രാം, ശ്രീറാം, രാം. ഹലോ മിസ്റ്റർ ശ്രീറാം. രാമയ്യ, ഇനി വാതിൽ പൊളിച്ചകത്ത് കയറണോ? ഇവനിത് എങ്ങോട്ടാ പോയേ? അവളെന്തേ വിളിക്കുന്നു? സംസാരിച്ചിട്ട് പറഞ്ഞു വിട്. ഓക്കെ, ബൈ. ഹായ് പ്രിയ. ഹലോ രാമയ്യ, നീ ഇത് എവിടെയാ ഉള്ളേ? കൊറേ നേരമായിട്ട് ഞാൻ വീടിന്റെ ഫ്രണ്ടിലുണ്ട്. ഞാന് ഇവിടെ സീതയുടെ വീടിന് മുന്നില. ഓ, നീ അവിടേക്ക് പോയതായിരുന്നോ? ശരി ശരി, വേറൊന്നുമല്ല, എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. ഈ വീക്കെൻഡിൽ ഞാൻ അങ്ങോട്ട് മാറുക. നിന്നെ വിളിക്കുന്നുണ്ട്, നീ വരണം കേട്ടോ. ഇപ്പൊ വിളിച്ചില്ലേ, ഇനി എന്ത് വിളിക്കാനാ? ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, ബൈ. അയ്യോ, ഇവളിനി ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാൻ പോവാണോ? ഡെയിലി വന്ന് വാതിലും മുട്ടി എന്ത് ചെയ്യാനാടാ? ഈ റാമനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ചെറുതല്ല. ബൈ ഐറ. സീ യു ഇൻ സ്കൂൾ. നിന്റെ സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ വന്നോ, അതോ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? സീതമ്മ, സ്ഫൂർത്തി വന്നില്ല. വിളിച്ചു നോക്കിയാലോ? വേണ്ട, ഇപ്പോഴല്ലേ വിളിച്ചത്, വീണ്ടും വീണ്ടും വിളിക്കണ്ട. തരക്കേടില്ലല്ലോ. നമ്മുടെ സിഹിക്ക് ഇത്രയധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? മുത്തശ്ശി, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവര് മൂർത്തി മുത്തശ്ശന്റെയും ഫ്രണ്ട്സാ. മൂർത്തി മുത്തശ്ശന് ഫ്രണ്ടാണോ? മുത്തശ്ശ സീമോള് സ്കൂളിൽ കൊണ്ടാക്കാറില്ലേ? എന്തെങ്കിലും കോപ്രായത്തരം കാണിച്ച് എല്ലാ കുട്ടികളെയും ഫ്രണ്ട്സ് ആക്കി മാറ്റിയിട്ടുണ്ടാവും. മുത്തശ്ശി, ഇപ്പൊ ഇവിടെ വന്നില്ലേ ഐറ? അവളും എന്റെ ഫ്രണ്ടാ. ഐറ എന്ന് പറഞ്ഞ എന്താ പേരാ? ഓ, സീതമ്മ, എന്റെ ഫ്രണ്ട് വരുമെന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ? ശരി. ഫ്രണ്ട് വന്നല്ലോ. ഹേ ഫ്രണ്ട്. ഹായ്. എന്നെയാണോ നീ വിളിക്കുന്നേ? എന്റെ സ്കൂളിലെ ഫ്രണ്ട്സിനെ. ഓ, എന്ന് വെച്ചാ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുന്നില്ല? ഞാൻ എന്തിനാ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? എനിക്കറിയാലോ നീ എന്തായാലും വരുമെന്ന്. ഇത് കണ്ടോ ഫ്രണ്ട്? സീതമ്മ എന്ത് സൂപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. വാവ്, അടിപൊളിയായിട്ടുണ്ട്. ഞാനല്ല തുടങ്ങി വെച്ചത്, നിന്റെ ഫ്രണ്ടാ. ആണോ? നല്ല ഭംഗിയുണ്ട്. ഞങ്ങളുടെ കുട്ടിയെ പറ്റി മോൻ എന്താ കരുതിയേ? ഈ ഇടയായിട്ട് സിഹിമോക്ക് ഉത്തരവാദിത്തം കൂടിയിട്ടുണ്ട്. മുത്തശ്ശി, അത് ഉത്തരവാദിത്വം അല്ല, ഉത്തരവാദിത്തം. ഫ്രണ്ട്, ഈ പ്രതിമകൾക്കൊക്കെ ഒരു കല്യാണ കഥയുണ്ട്. ഇതാരാണെന്ന് പറ. ഒരു മിനിറ്റ്. അത് രാമൻ, പിന്നെ സീത, ലക്ഷ്മൺ, പിന്നെ താഴെയുള്ളത് കല്യാണക്കോലം. ഇവരെ ദൈവം ആവണേന് മുമ്പേ മണവാളനും മണവാട്ടിയും ആയിരുന്നു. അതാ ഇത്. ആണോ? ഇതാ സീതാരാമ കല്യാണം.
കല്യാണം എന്ന് വെച്ചാ മാരേജ്, അറിയോ? നിങ്ങൾ രണ്ടുപേരും മണവാളനും മണവാട്ടിയും പോലെയുണ്ട്, അല്ലേ മുത്തശ്ശി?